ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ പൊസിഷനിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ സീറോ ആയി. അതായത് വീട് വിട്ടെങ്ങും പോവില്ല. അങ്ങനെ പറ്റത്തില്ലേ എനിക്ക്. നമ്മുടെ വീട്ടിലെ ഇനിയിപ്പോ നമ്മുടെ ടോയ്ലറ്റ് 4 ഉണ്ടെങ്കിൽ നമ്മുടെ മുറിയിലെ ടോയ്ലറ്റിനോട് പോലും നമുക്കുണ്ട്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ആ ഒരു വേണ്ടാത്ത അറ്റാച്ച്മെന്റ് എല്ലാം എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള ഒരു വാശി. ഡിറ്റാച്ച്മെന്റ് അത്യാവശ്യമാണോ എന്നത് ചോദ്യമാണ്. അപ്പോ അറ്റാച്ച്മെന്റിനെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. കാരണം അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് അല്ലെ, അറ്റാച്ച്മെന്റ്. പക്ഷെ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാവർത്തികമാക്കാറില്ല. പലപ്പോഴും അറ്റാച്ച്മെന്റ് നമ്മൾ പ്രാവർത്തികം കൂടുതലാക്കാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും സങ്കടങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾക്ക് പലതിനോടും ഉള്ള അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ്സ് ആണ് അല്ലെ. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, വ്യക്തികളോടുള്ള അറ്റാച്ച്മെന്റ്. ചിലപ്പം ഹസ്ബൻഡിനോടുള്ള അറ്റാച്ച്മെന്റ് ആവാം, മകനോടുള്ള അറ്റാച്ച്മെന്റ് ആവാം, അല്ലെങ്കിൽ ചിലർക്ക് പദവികളോടുള്ള അറ്റാച്ച്മെന്റ് ഉണ്ട്. പൊസിഷൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആ പൊസിഷനിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ സീറോ ആയി. കാരണം അവർക്ക് അമിതമായിട്ടൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു ആ പൊസിഷനോടൊക്കെ. അപ്പോൾ അതല്ലെങ്കിൽ പണത്തിനോട് അറ്റാച്ച്മെന്റ് ഉള്ള ആൾക്കാർ ഭയങ്കരമായിട്ടും മണി ഉണ്ടാക്കണം, മണി വേണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ നടക്കുന്നു. ഓവറായിട്ട് അതിനോടൊരു അറ്റാച്ച്മെന്റ്. നമ്മൾ വീടിനോട് അറ്റാച്ച്മെന്റ്, അതായത് വീട് വിട്ടെങ്ങും പോവില്ല. ഇങ്ങനെ പറ്റത്തില്ലേ എനിക്ക്. ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ എങ്ങനെ പോവും, മനസ്സിലായി. അതിനോട് അമിതമായിട്ടുള്ളൊരു അറ്റാച്ച്മെന്റ്. നമ്മുടെ വീട്ടിലെ ഇനിയിപ്പോ നമ്മുടെ ടോയ്ലറ്റ് 4 ഉണ്ടെങ്കിൽ നമ്മുടെ മുറിയിലെ ടോയ്ലറ്റിനോട് പോലും നമുക്കുണ്ട്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ആ ഒരു വേണ്ടാത്ത അറ്റാച്ച്മെന്റ്. വേറെ ഒരു ടോയ്ലറ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇതിനോടൊരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ വേണ്ടാത്ത അറ്റാച്ച്മെന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിറ്റാച്ച്മെന്റ് ശീലിക്കണ്ടേ? 100% ശീലിക്കണം. കാരണം പലപ്പോഴും ഡിറ്റാച്ച്മെന്റ് എങ്ങനെ ഒരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് നമുക്ക് ശീലിക്കാം എന്നുള്ളത് നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല. നമുക്ക് ഈ അറ്റാച്ച്മെന്റ് മാത്രമേ അറിയാവുള്ളൂ. ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് വി ആർ നോട്ട് അറ്റ് ഓൾ ബോതേർഡ്. അപ്പൊ ഇന്ന് നമുക്ക് എങ്ങനെ ഡിറ്റാച്ച്മെന്റ് ശീലിക്കാം എന്നുള്ളതാണ്. ശരിക്കും ഈ ഡിറ്റാച്ച്മെന്റിനെ പറ്റി ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മുടെ പെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പട്ടിക്കുട്ടിയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവരുടെ അറ്റാച്ച്മെന്റ് കണ്ടിട്ടില്ലേ? അതാണ് ശരിക്കും എക്സാമ്പിൾ ഓഫ് അറ്റാച്ച്മെന്റ്. കാര്യം അവർക്ക് ഇങ്ങനെ എന്തോ ഒരു സ്നേഹമാണ് നമ്മളെ കാണുമ്പോഴത്തേക്കും അല്ലേ. എന്നിട്ട് നമ്മളെ കാണാണ്ടിരിക്കുമ്പോഴോ അയ്യോ ഭയങ്കര സങ്കടം. അപ്പൊ ഇതാണ് ശരിക്കും അറ്റാച്ച്മെന്റിന്റെ. അതിന് നമ്മളൊരു ക്യാറ്റിന്റെ ഓണർ ആണെങ്കിലും നമുക്കറിയാൻ പറ്റും. പൂച്ച എങ്ങനെയാണ്? പൂച്ച അങ്ങനെയല്ല. പൂച്ച ഈസ് ലിറ്റിൽ ബിറ്റ് ഡിറ്റാച്ച്ഡ്. പൂച്ചയോട് നമ്മൾ അമിതമായിട്ട് ചെന്ന് കൊഞ്ചാനും പിടിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെടില്ല. പൂച്ചയ്ക്ക് ആവശ്യമുള്ള സമയത്ത് പൂച്ച വരുന്നു, നമ്മളോട് സ്നേഹം കാണിക്കുന്നു. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു പട്ടിക്കുട്ടിയാണോ നമ്മൾ പൂച്ചക്കുട്ടിയാണോ എന്ന് നമ്മൾ ആലോചിക്കുക. കാരണം നമ്മളുടെ എല്ലാ വിഷമങ്ങളും ഈ അറ്റാച്ച്മെന്റിൽ നിന്ന് വരുന്ന സാധനമാണ്. അപ്പൊ നമ്മളൊരു ഹെൽത്തി ഡിറ്റാച്ച്മെന്റ് നമുക്ക് എങ്ങനെ ശീലിക്കാം? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ വ്യക്തികളോടാണ് അല്ലെങ്കിൽ ഏതെല്ലാം സാഹചര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആക്കണമെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇത് നിങ്ങൾക്കുള്ള ചിന്തയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഇതിനോടാണ് ഞാൻ അമിതമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിനെ നമ്മളങ്ങ് ആദ്യം നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മളങ്ങ് ലെറ്റ് ഗോ ചെയ്യുക. അതിനോട് നമുക്ക് അമിതമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യും. ദാറ്റ് ഈസ് ഡിറ്റാച്ച്മെന്റ്. അതാണ് ഡിറ്റാച്ച്മെന്റ്. എങ്ങനെയാണ് നമ്മൾ ഈ ഡിറ്റാച്ച്മെന്റ് ശീലിക്കുന്നത്? നമ്മളുടേതാണെന്ന് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ ക്ലിങ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ ഒരു അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് നമുക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം. അപ്പൊ നമുക്ക് കുറെ സങ്കടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയാണ് അത്രയും വേണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് അതൊക്കെ ഡിറ്റാച്ച് ചെയ്യും. അപ്പോൾ ആ ഡിറ്റാച്ച്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം നമ്മൾ കേവലം നമ്മൾ ആവാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമായിരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അമിതമായിട്ട് അതിനകത്ത് അറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച് ചെയ്യുക. ഓക്കെ, മാറ്റാൻ പറ്റാത്തതെന്ന് നമ്മുടെ ലൈഫിൽ പറയുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. അത് തന്നെ നമ്മളൊരു അറ്റാച്ച്മെന്റ് ആണ്. കാരണം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത്. നമ്മുടെ അറ്റാച്ച്മെന്റ് കാരണം നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പൊ അതിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുക. കാരണം മിക്കപ്പോഴും അത് നമുക്കൊരു ക്ഷമ പഠിപ്പിക്കലാണ്. നമ്മളെ പേഷ്യൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ചില കാലഘട്ടങ്ങളിൽ നമ്മളുടെ ഒരു 20കളിലും 30കളിലും ഒക്കെ നമുക്ക് കുറച്ച് ഇല്ലാത്ത സമയമാണ്. കാരണം അപ്പോഴൊക്കെ ആയിരിക്കും നമ്മളുടെ ഒരു സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഡെലിവറി ടൈമും നമ്മളുടെ ലൈഫിലെ മേജർ ഇൻസിഡൻസ് ഒക്കെ നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും
പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യില്ല. അപ്പോൾ ഈ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം പേഷ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ഈ ക്ഷമ പഠിപ്പിക്കലാണ്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അത് നമുക്ക് പണി കിട്ടി പഠിക്കണോ അതേ നമ്മൾ ശീലിക്കണോ. അതാണ് ചില വീട്ടില് ചില അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ചില അച്ഛന്മാരുണ്ട്, അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാരുണ്ട്, എല്ലാം എൻ്റെ നിയന്ത്രണത്തിൽ, ഈവൻ ഭാര്യമാര് പോലും ഉണ്ട് കേട്ടോ, എല്ലാം എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എന്നുള്ള ഒരു വാശി. അപ്പോൾ അത് കാരണം എന്താ സംഭവിക്കുന്നത്? അത് കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആവാൻ. അപ്പോൾ ഒന്നിൻ്റെയും നിയന്ത്രണം എൻ്റെ മേലില്ല, എനിക്കും ഒന്നിൻ്റെ മേലും നിയന്ത്രണമില്ല. ദാറ്റ് ഈസ് ഡിറ്റാച്ച്മെന്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രോബ്ലംസ് ഫിക്സ് ചെയ്യണം, എനിക്ക് തന്നെ ഫിക്സ് ചെയ്യണം എന്നുള്ള ഒരു അറ്റാച്ച്മെന്റ്. മനസ്സിലായ? അതായത് എന്ത് പ്രശ്നം വന്നാലും അത് എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത്, അത് ഫിക്സ് ചെയ്യാൻ. എന്നിട്ട് എന്ത് ചെയ്യും? മക്കളെ അത് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ടൈമും ഒരു സ്പേസോ ഒന്നും അവർക്ക് കൊടുക്കില്ല. മക്കളുടെ പ്രശ്നത്തിനും കയറി ഇടപെടും, ഞാൻ തന്നെ ഫിക്സ് ചെയ്ത് തരാം. അങ്ങനെ ഉണ്ട് ആൾക്കാർ, ചില പാരന്റ്സ് ഉണ്ട് അങ്ങനെ, ചില പാർട്ട്നേഴ്സ് ഉണ്ട് അങ്ങനെ. അപ്പൊ അതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് സ്ട്രെസ്. അപ്പോൾ മറ്റൊരാളിന്റെ പ്രോബ്ലംസ് ലെറ്റ് ദം ഫിക്സ് ആൻഡ് ഗീവ് സ്പേസ് ആൻഡ് ടൈം ഫോർ ദാറ്റ്. അതും ടോട്ടൽ ഡിറ്റാച്ച്മെന്റ് ആണ്. അതും നമ്മൾ ശീലിക്കേണ്ട കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരെ വിശ്വസിക്കുന്നതാണ്. വി ആർ ട്രസ്റ്റിംഗ് ദ അതർ പേഴ്സൺ. അവരെങ്ങനെ ചെയ്യുമായിരിക്കും, അവരങ്ങനെ സ്നേഹിക്കുമായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലേ? ബട്ട് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് വി ആർ ട്രസ്റ്റിംഗ് അവർ സെൽഫ്സ്. നമ്മൾ തിരിച്ച് നമ്മളിലേക്ക് വെക്കുകയാണ്. അതായത് എനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഞാൻ നന്നായി ചെയ്തു കഴിഞ്ഞു, ആൻഡ് അതിന്റെ ഔട്ട്കം എന്ത് തന്നെ ആയാലും അതെനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ. ഞാൻ ഒരു ഔട്ട്കമ്മിൻ്റെയും പുറകിലല്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രതീക്ഷകളും ഒന്നുമില്ല. എനിക്ക് ചെയ്യാവുന്ന എല്ലാം ഞാൻ നന്നായി ചെയ്തു കഴിഞ്ഞു, ആൻഡ് ഐ എം ട്രസ്റ്റിംഗ് മൈ സെൽഫ്. ദാറ്റ് ഈസ് ഡിറ്റാച്ച്മെന്റ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ സ്ട്രെസ്സിന്റെ ഏറെക്കുറെ ഭാഗം നമുക്ക് തന്നെ അതിനകത്തൊരു സൊല്യൂഷൻ എടുക്കാൻ പറ്റില്ലേ? കാരണം ഡിറ്റാച്ച്മെന്റ് എന്നുള്ളൊരു സാധനം പലപ്പോഴും നമ്മൾ ശീലിക്കാൻ നമ്മളോട് ആരും പറഞ്ഞു തരാറില്ല. ഫോക്കസ് നിങ്ങളിലേക്ക് മാറ്റുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടോക്സിക് പാറ്റേൺ എല്ലാം മാറ്റി നിങ്ങളുടെ എനർജി, അവനവന്റെ സെൽഫ് ഗ്രോത്ത് അല്ലെങ്കിൽ അവനവന്റെ ഹാപ്പിനെസ് എന്നുള്ള ഫോക്കസ് നമ്മളിലേക്ക് ആവുമ്പോൾ തന്നെ ദാറ്റ് ഈസ് ഡിറ്റാച്ച്മെന്റ്. താങ്ക് യു സോ മച്ച് ഫ്രം ഹീലിംഗ് ട്രെയിൻ ബൈ ഡിലൈറ്റ്.